ഇത് പ്ലൈവുഡിൽ ചെയ്ത ഒരു പാനലാണ്. പാനലിംഗ് ഒക്കെ എങ്ങനെയാണ്? തേക്ക് തന്നെയാണ്. ഇത് മെയിൻ ഡോർ തേക്കും വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സാറിന് മൊത്തത്തിൽ സംതൃപ്തിയാണോ? അതോ സന്തോഷം, 100% സന്തോഷം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ചീരഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട് നല്ല മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഇൻറ്റീരിയർ ഉൾപ്പെടെ 55 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഒരു നല്ല വീടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണിന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീട്ടിലെ ഡിസൈനും ഐഡിയാസും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഗേറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റാണ്. ഇവിടെ നമുക്ക് 2 പാർട്ടായിട്ടാണ് ഗേറ്റ് വന്നിരിക്കുന്നത്. അപ്പം ഇതുണ്ട്, ആദ്യത്തെ പറഞ്ഞ ഫോൾഡിങ്, ഇതൊരു സ്ലൈഡിങ് ഗേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പാനൽ നമുക്ക് സാധാരണ വന്നിരിക്കുന്ന ഗേറ്റിൻ്റെ ഒക്കെ വെക്കുന്ന ഒരു ടൈപ്പ് പാനലാണ്. അതിന് ചെറിയ ക്രോമിയം ഫിനിഷിങ്ങിലുള്ള ഒരു ചെറിയ സിൽവർ പോയിന്റ് കണ്ടോ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിം GI പൈപ്പിലാണ് തീർത്തിരിക്കുന്നത്. ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം. കയറി വരുമ്പോൾ ഉള്ള ഒരു കാർ പോർച്ചാണ്. അപ്പോൾ അതിന് ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്ന ഒരു നല്ല ടൈലും. ഇവിടുന്ന് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിപ്സാണ് വീടിന് ചുറ്റുമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതേപോലെ വീടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. അപ്പോൾ 4 തൂണുകളിലായിട്ട് കുറേ വർക്ക് വരുന്നുണ്ട്. കാർ പോർച്ചിൻ്റെ 2 സൈഡുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന തൂണാണ്. അതിൽ സിമൻറ്റ് വെച്ച് ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇപ്പോൾ ലക്ഷ്മി കൺസ്ട്രക്ഷൻ ആണ് ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാ വീടുകളിലും അവർ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഇതേപോലെ സിമെൻറ്റിൽ ഒരു തൂണയിൽ വരുന്ന വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്നൊരു സിഗ്നേച്ചറാണ് തിരിച്ചറിയാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന ലപ്പോത്ര ഗ്രാനൈറ്റാണ്. അതൊരു ഗ്രാനൈറ്റിൽ തന്നെ പല ഇതുണ്ട്. അപ്പോൾ ആ ലപ്പോത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നാൽ ഒരു സെറ്റായിട്ട് വരുന്ന ഫ്രെയിമാണ്. ഈ ഫ്രെയിമെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആ ജനലും കതവും എല്ലാം ഒറ്റ ഒരു പാനലിംഗ് ഉൾപ്പെടെ വന്നിരിക്കുന്നൊരു സെറ്റാണെന്നാണ്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെങ്കൽ ഫിനിഷൊക്കെ വരുന്ന ഒരു വാൾ ക്ലാഡിംഗ് ആണ് ഭിത്തിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഇതിൻ്റെ ജനലുകൾ വരുന്നത് ഒരു 3 വിൻഡോ ആയത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ജനൽ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോറിൻ്റെ ഒരു പിക്ചറാണ്. ഇത് തേക്ക് വുഡാണ്. മെയിൻ ഡോറ് തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തത്തിൽ ഒറ്റ ഫ്രെയിമിൽ വരുന്നതാണ്. അതായത് ജനലും കതകും അതിന് താഴെയുള്ളതെല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ വരുന്ന സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാനലിങ് മെയിനായിട്ടും തേക്ക് വുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ്. ബാക്കി മെയിൻ വാതിലൊഴിച്ച് ബാക്കിയെല്ലാം ആഞ്ഞിലിയിലുമാണ് വന്നിരിക്കുന്നത്. പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ളൊരു ഡിസൈനിലാണ് വാതിലവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ചീരഞ്ചിറയിലെ നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന വീടിൻ്റെ ഉടമസ്ഥനാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ സാറിൻ്റെ പേര് ഫസ്റ്റ് ഒന്ന് പറയാമോ? ജോയി. അപ്പം സാറിന് ഇങ്ങനെ ഒരു വീട് ഇവിടെ പണിയാനായിട്ട് നേരത്തെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നോ? അതോ തരത്തിലുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇത് മൊത്തം എത്ര സെൻറ്റാണ് സാറേ? ഇത് മൊത്തം ഈ വീടിരിക്കുന്നത് 10 സെൻറ്റില്ല. 10 സെൻറ്റില്ല അല്ലേ? ഏകദേശം എന്നാ കോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ലാൻഡിങ് വന്നപ്പോൾ? ഒരു ഇൻറ്റീരിയർ ഉൾപ്പെടെ ഉള്ള കോസ്റ്റ് ആണോ അതോ? ഇൻറ്റീരിയർ എല്ലാം കൂടെ 60 രൂപ അത്ര ആയിട്ടുണ്ട് അല്ലേ? ഇത് നമുക്ക് ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ട് ചെയ്തതാണോ അതോ? അതെ, കൺസ്ട്രക്ഷൻ വേണ്ടിയാണോ അതോ വേറെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്താ അല്ലേ? അപ്പോൾ അവരുടെ പേരൊന്ന് പറയാം നമുക്ക്. അവർ ലക്ഷ്മി കൺസ്ട്രക്ഷൻ പാർട്ടിയാണ്, പുതുപ്പള്ളിയിലുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, എത്ര ബെഡ്റൂമാണ് അതൊക്കെ ഒന്ന് പറയാം. ഇത് 3 ബെഡ്റൂമാണ്, 2 കിച്ചണ്,
പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങൾ. അറ്റാച്ച് ബാത്റൂം 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം. അതെ അതെ. പിന്നെ കോമൺ ആയിട്ട് എല്ലാം കോമൺ ആയിട്ടിടണം. കോമൺ ബെഡ്റൂം ബാത്റൂം ഇടണം. പിന്നെ ടയർ കേസ് മുകളിലോട്ട്. ഓക്കെ. നമുക്ക് വുഡൊക്കെ എങ്ങനെ എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽ? എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെ. വീട് പണിത് അവർ കയ്യിലോട്ട് താക്കോലേൽപ്പിക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ എങ്ങനെ സാറിന് മൊത്തത്തിൽ സംതൃപ്തിയാണോ? അതോ സന്തോഷമാണ്, 100% സന്തോഷമാണ്. ബാക്കി വേറെ പെൻഡിങ്ങും കാര്യങ്ങളും നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നുമില്ല, കംപ്ലീറ്റ് പ്രോസസ്. അതെ അതെ അതെ. ഓക്കെ. വീടിനകത്തേക്ക് കയറുമ്പോൾ ഉള്ള ലിവിങ് ഹാളിൽ അവിടെ വന്നിരിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ 2 ചെയറും അതേപോലെ തന്നെ ഒരു സെറ്റിയും കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ഫിനിഷിങ്ങും അതിൻ്റെ അകത്ത് കുഷ്യൻ വെച്ച ഒരു നല്ല സ്റ്റൈലൊരു ചെയറാണ് വന്നിരിക്കുന്നത്. അതിനുള്ള വിരിപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഹാളിൽ നിന്ന് നേരെ ഡൈനിങ് ഹാളിലാണ്. ഒരു ചെറിയ സ്പേസ് വന്നിട്ട് ഡൈനിങ് ഹാൾ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് നേരെയായിട്ടാണ് അവിടെ ഒരു ഷോ കേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സ്പേസ് കീപ്പ് ചെയ്യുന്ന ലിവിങ് ഹാളാണ്. അപ്പോൾ അവിടുന്ന് നേരെ വന്നാൽ ഇവിടെ ഒരു ദിവാൻ കോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം വരുന്നവർക്ക് ഇരിക്കാനൊക്കെയുള്ള വിസിറ്റേഴ്സിനൊക്കെയുള്ളൊരു ദിവാൻ കോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ചേർന്ന് തന്നെ വാഷിങ്ങും വരുന്നുണ്ട്. സ്റ്റെയറിന് അടിയിൽ വരുന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് അധികം സ്പേസ് കളയാത്ത രീതിയിൽ ഒരു അകത്തേക്ക് വന്നിരിക്കുന്ന വാഷ് നല്ലൊരു പ്ലാനിങ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ലിവിങ് ഇപ്പോഴത്തെ നമുക്ക് ഡൈനിങ്ങും കഴിഞ്ഞാൽ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇപ്പോൾ കിച്ചണിലേക്ക് കയറിയാൽ ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. അതിന് താഴെയെല്ലാം കബോർഡ് വർക്ക്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു മൈക്രോവേവ് ഓവൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പ് അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇലക്ട്രിക് കിച്ചണാണ്. ഇത് ഗ്ലെന്നിൻ്റെ ആണ്. ഗ്ലെന്നിൻ്റെ ഇലക്ട്രിക് കിച്ചനും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മോഡേൺ കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ്. കിച്ചൻ്റെ അകത്ത് വന്നിരിക്കുന്ന കബോർഡ് വർക്ക്സുകളെല്ലാം മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ക്യാബിനും അതിൻ്റെ ഒരു പോളിഷിങ്ങും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി വലത്തെ സ്പേസിൽ വന്നിരിക്കുന്ന ഒരു ക്യാബിനാണ്. ഇതെല്ലാം മൾട്ടി വുഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വർക്ക് സ്പേസും ഇപ്പം നമുക്ക് കാണാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൻ്റെ തന്നെ കയറി വരുമ്പോൾ ഒരു ഡോറാണ്. നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിൽ വരുന്ന ഡോറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കണ്ട കിച്ചണിൽ നിന്ന് നേരെ വരുന്ന ഒരു വർക്ക് സ്പേസാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ, അവിടെ 2 വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഒരു പുകയെടുപ്പും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തം 2 കിച്ചണാണ്. പിന്നെ ബാക്കിലേക്ക് പോകാവുന്ന, നമുക്ക് നേരെ വെളിയിലേക്ക് ഇറക്കാവുന്ന ഒരു സ്പേസാണ്. നല്ലൊരു ഗ്രൗണ്ട് ഫ്ലോർ ടൈലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അടുക്കളയിൽ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങൾ എല്ലാം വരുന്നു. ഇവിടുത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിൻ്റെ അടുത്ത് തന്നെ 2 റൂം വരുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു കോമൺ ബാത്റൂമുമാണ്. അപ്പോൾ ഈ കാണുന്നത് കോമൺ ബാത്റൂമിൻ്റെ ഡോറാണ്. അത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇതിൻ്റെ വാതിലാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലുള്ള ഒരു വാതിലും കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ സ്പേസ് കളയാത്ത രീതിയിലാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാള് ടൈല് ചെയ്തിരിക്കുന്നത്, അതേപോലെ ഫ്ലോറുമായിട്ടുള്ള മാച്ചിങ്, ആ ഒരു കോമ്പിനേഷൻ നല്ല കറക്റ്റായിട്ടുള്ള ഒരു ബ്രൗൺ വൈറ്റിഷ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മൾ ആ ഡൈനിങ്ങിൻ്റെ സൈഡിലായിട്ട് തന്നെ വരുന്ന ഒരു റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അധികം സ്പേഷ്യസ് ഒന്നുമല്ല, ചെറിയൊരു റൂമാണ്. ഒരു 1600 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് ആ റൂമും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 3 വിൻഡോയാണ് 2 സൈഡിലും വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഷോക്കേസ് നേരത്തെ കണ്ടതിൻ്റെ അതിൻ്റെ ക്യാബിനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് വലതും ഇടതുമായിട്ടാണ് 2 റൂം വന്നിരിക്കുന്നത്. അതിലൊരു റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരിടത്തരം സ്പേസിലേക്കാണ് ഈ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഹാളിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും മുകളിലായിട്ട് നല്ലൊരു സീലിംഗ് വന്നിട്ടുണ്ട്. ഇതെല്ലാം പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് വീട്ടിലേക്ക് വേണ്ട ഒരു ലക്ഷറി ഇൻറ്റീരിയറിലേക്ക് വേണ്ട ഒരു പാനലിങ്ങിന് കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അലങ്കാരത്തിനെ പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ വെക്കുകയാണെങ്കിൽ ഭംഗിയായിരിക്കും.
നമുക്ക് കുറച്ച് ഫ്ലവറും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ലക്ഷറി ഇൻറ്റീരിയറിലേക്ക് തിരഞ്ഞെടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു പാനലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലിവിങ് ഹാളിനോട് ചേർന്ന് ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്ന നല്ല കട്ടളയൊക്കെ വെച്ചൊരു വാതിൽ ഇത് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വീതി കൂടിയ ഒരു സ്പേസ് വരുന്ന റൂമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് അങ്ങേ അറ്റത്തായിട്ട് കാണാം ഒരു ചെറിയ മേശ, അതുപോലെ ഒരു വലിയ കട്ടിൽ, പിന്നെ ആ ജനലിൻ്റെ സൈഡിലായിട്ടൊരു പാനൽ പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു അലമാരയാണ്. അപ്പം 3 ഡോറ് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള അതിൽ കൊടുത്തിരിക്കുന്ന ഒരു അലമാര വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏക റൂമാണിത്. പിന്നെ ഒരു ഫാനും നല്ലൊരു ഫ്ലോർ ടൈലും അവിടെ വരുന്നുണ്ട്. അങ്ങനെയും അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ഇത് പ്ലൈവുഡിൽ ചെയ്ത ഒരു പാനലാണ്. അത് ഫ്രണ്ടിലെ ഫ്രണ്ട് ഡോർ തേക്ക, അത് തേക്കാണ്. അതിൻ്റെ കൂടെ ആഞ്ജലിയും ഉണ്ട്. ഇത് മെയിൻ ഡോർ തേക്കും ആഞ്ജലിയുടെ വരുന്നുണ്ട്. തേക്ക് തന്നെയാണ്. പിന്നെ വെളിയിൽ കാണുന്ന തൂണ് അത് സിമെന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊത്തുപണിയാണ്. കരിങ്കൽ ഡിസൈനായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി മുകളിലേക്ക് വരുന്ന സ്റ്റെയർ കേസാണ്. അപ്പോൾ മുകളിലേക്ക് ഒരു ഭാഗം വരുന്നുണ്ട്. നമുക്ക് മേളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ എല്ലാം ഫ്ലോർ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ടൈല്. അതേപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ചെറിയ സ്പേസ് പുറത്തേക്കുള്ളൊരു വാതിലാണ്. അപ്പം പുറത്ത് ഇങ്ങനെയാണ് ഒരു സ്പേസ് വരുന്നത്. പുറത്തേക്ക് വരുന്ന ഒരു സ്പേസാണ്. ഇവിടെ നമുക്ക് തുണിയൊക്കെ വിരിക്കാനുള്ളൊരു ചെറിയ സൗകര്യം. ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഹാൻഡ് റെയിലാണ്. ഒരു സ്റ്റീൽ ഹാൻഡ് റെയിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നൊന്ന് പറയാം? 1600 സ്ക്വയർ ഫീറ്റ് ആണ്. അതെ. വീടിന് വെളിയിലേക്ക് വന്നാലുള്ള ഓരോ ഭാഗങ്ങളാണ്. ജനലും അതിൻ്റെ 4 സൈഡ് വ്യൂ ആയിട്ടുള്ള ഒന്ന് എടുത്തിരിക്കുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള സ്റ്റെപ്പ്, അതേപോലെ ഫ്രണ്ടിൽ നിന്നുള്ള സൈഡിലേക്കുള്ള ഒരു വ്യൂ ആണ്. അവിടുത്തെ വന്നിരിക്കുന്ന ജനലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ വീടിൻ്റെ തന്നെ ബാക്ക് വശത്തായിട്ട് വരുന്ന ഒരു കിണർ. അപ്പോൾ ലക്ഷ്മി കൺസ്ട്രക്ഷൻ ആണ് ഈ വർക്ക് ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു മീഡിയം ബജറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാനിലേക്ക് ആവശ്യമുള്ള ഒരു ബജറ്റ് സെറ്റാക്കി വെച്ചിട്ട് ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല വീട് പണിത് അതിൻ്റെ അകത്ത് വേണ്ട ഇൻറ്റീരിയറോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേണ്ട ഫർണിച്ചറോ ഒക്കെ ഉൾപ്പെടെ അതിൻ്റെ കോസ്റ്റ് ഇത്രയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയും താക്കോൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ലക്ഷ്മി കൺസ്ട്രക്ഷൻസിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യക്കാർ വിളിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലമേ സൈൻ ഓഫ്.